സുപ്രീം കോടതിയിൽ നിന്ന് നമ്മൾ അതിന് പ്രൂഫൊന്നും പെൺമക്കൾ കൊടുത്തില്ല എന്നുള്ള എവിഡൻസ് ഒന്നും കൊടുത്തില്ല എന്നുള്ള അങ്ങനെ പറഞ്ഞപ്പം എവിഡൻസ് കൊടുക്കുകയാണെങ്കിൽ ഇതിനൊരു തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും ഫോൺ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു. അപ്പം ഓഡിയോ ആണ് എടുത്തതെന്നുള്ള ഇതിലാണ് എൻ്റെ മനസ്സിൽ, ചില വർഷങ്ങൾ കഴിഞ്ഞല്ലോ, അപ്പം ഓഡിയോ ആണ് എടുത്തതെന്നുള്ളതിൽ ഓഡിയോ മുഴുവൻ തപ്പിയിട്ട് കിട്ടിയില്ലായിരുന്നു, വോയിസ് ക്ലിപ്പൊക്കെ കിട്ടിയില്ലായിരുന്നു. വീണ്ടും ആശ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ പെൺമക്കൾ അപ്പച്ചനെ നോക്കിയില്ല എന്നും കോർട്ടിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിയല്ല. ഏകദേശം 8 മാസത്തോളം ഒരു പ്രാവശ്യം വീട്ടിൽ വന്നിട്ട് പിന്നെ ഹോസ്പിറ്റലായിരുന്നു അപ്പച്ചൻ. അതിനുശേഷം വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ 8 മാസത്തോളം അവിടെ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലല്ലായിരുന്നു. 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾ 3-5 മാസം എൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ നോക്കിയ കാര്യങ്ങളും വീട്ടിലായിരുന്നപ്പോഴത്തെ മിനിസ്റ്റേഴ്സ് പലരും വന്നിട്ട് അപ്പച്ചനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് അവിടെ ഞങ്ങൾ ചക്കരപ്പറമ്പിലാണ് താമസിക്കുന്നത്. അവിടുത്തെ പാർട്ടി സഖാക്കൾ ഒരുപാട് പേര് പല പ്രാവശ്യമായിട്ട് വന്നിട്ട് അപ്പച്ചനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു അവിടെ ഞങ്ങൾ നോക്കി എന്നുള്ളതിന് തെളിവായിട്ട് അപ്പച്ചൻ വന്നപ്പോൾ മിനിസ്റ്റേഴ്സ് മീഡിയയുടെ കൂടെയൊക്കെയാണല്ലോ വന്നത്. ആ ഫോട്ടോസെല്ലാം എടുത്തു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അത് സെർച്ച് ചെയ്തപ്പം ഇങ്ങനെ ഒരു വീഡിയോ കാണുകയും ആ വീഡിയോയിൽ അപ്പച്ചൻ ക്ലിയറായിട്ട് അപ്പച്ചനെ അടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഇപ്പം രണ്ടാമത് ഇവിടെ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഹിയറിംഗ് ഉണ്ടാവും ഉടനെ തന്നെ. അപ്പം ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കണം, സത്യം. അപ്പച്ചൻ്റെ ആഗ്രഹം നിറവേറണം. അപ്പച്ചൻ്റെ അവസാനത്തെ ആഗ്രഹം അത് എവിടെ അടക്കണം എന്നുള്ള അപ്പച്ചൻ തന്നെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നടത്തി തരണം എന്ന് പറയാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറ്റതിനുമായിട്ട് റെസ്പോൺസിബിളായിട്ടുള്ള ആരൊക്കെ ഉണ്ടോ അവരോടൊക്കെ ഞങ്ങൾ ഈ റിക്വസ്റ്റ് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസിനായിട്ട് ഞങ്ങൾ വന്നത്. കൈമാറിയിട്ടുണ്ട്. വീഡിയോ കൈവശമുണ്ട്. കേൾക്കണോ അത്? ഓക്കെ. അപ്പച്ചന് എനിക്ക് സ്വർഗത്തിൽ പോകണം, യേശുവിനെ കാണണം. സുജ പറയുന്നു, ഞാൻ സുജ പറയുന്ന അടുത്ത് അടക്കം ചെയ്യണം. എനിക്കത് നിർബന്ധമാണ്, അതിന് മാറ്റം വരുത്താൻ പാടില്ല. ഇത്രയാണ് 5 sentences ആണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ പറഞ്ഞതാണ്. അത് ഒക്ടോബർ, ഏപ്രിൽ ഞങ്ങളിത് മറ്റേ അഡ്വക്കേറ്റിന് കൊടുത്തതിലുണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. നമ്മൾ ആ പറയുന്ന ടൈമും ഡേറ്റും എല്ലാം കോർട്ടിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. 25 ഫെബ്രുവരി 2022. എനിക്ക് സുഖത്തിപ്പോഴും യേശുവിനെ കാണണം, സുഖത്തിന് അടക്കം ചെയ്യണം. അത് മാറ്റം വരുത്താൻ പാടില്ല. അതാണ് എനിക്ക് നിർബന്ധമുള്ളത്. ഇത്രയാണ് പറയുന്നത്. ഒന്നുകൂടെ പ്ലേ ചെയ്യണം. ക്യാമറയിൽ ഒന്ന് ഫേസ് എടുത്തിട്ടില്ല, കാണിച്ചുകൊണ്ട് ഇനിയും കേൾപ്പിക്കാം. എനിക്ക് സുഖത്തിപ്പോഴും യേശുവിനെ കാണണം, സുഖത്തിന് അടക്കം ചെയ്യണം. അത് മാറ്റം വരുത്താൻ പാടില്ല. അതാണ് എനിക്ക് നിർബന്ധമുള്ളത്. ഞാൻ പറയുന്നിടത്ത് അടക്കം ചെയ്യണമെന്ന്.